Good morning, everyone. I hope you can hear. And today, what we will be doing is we will be doing a session on strengths and weakness. So, നമ്മുടെ previous class നമ്മൾ soft skill എന്താണെന്ന് നോക്കി. Soft skillന്റെ we spoke about what soft skill is, the different aspects of soft skill, what all is included in soft skill. പിന്നെ നമ്മൾ സെൽഫ് ഇൻട്രൊഡക്ഷൻ എഴുതാൻ പഠിച്ചു. I hope you have written. I can see any one of you turn up during the doubt clearance class. Anyways, these are things that you should get corrected. Okay. അപ്പോൾ ഡൗട്ട് ക്ലിയറൻസ് ക്ലാസ്സിൽ കമ്പൽസറി ആയിട്ടും വരാൻ അറ്റംപ്റ്റ് ചെയ്യുക എന്ന് ഞാൻ വീണ്ടും പറയാണ്. ബിക്കോസ് your feedback is definitely collected from us, from your doubt clearing sessions, because otherwise we're not getting to meet each other. പിന്നെ എന്താണ് നമ്മൾ പിന്നെ കമ്മ്യൂണിക്കേഷൻസ് എന്താണെന്ന് നോക്കി. Communication, the different types we studied. Okay. And today we will be looking into something called as strengths and weakness. I'll just share the slides. Okay. Yeah, so today we're going to look into strengths and weaknesses. Okay. അപ്പം എന്താണ് strengths and weaknesses എന്നാണ് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. Now here we will try to attempt അല്ലെ strengths എന്താണ് weaknesses എന്താണ് and ഇത് രണ്ട് കാര്യവും നമ്മൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂ എന്നുള്ളത് തന്നെ കൂടുതലായിട്ട് നമ്മൾക്ക് ഒരു ഇന്റർവ്യൂ പോയിന്റ് ഓഫ് വ്യൂവിൽ this is very, very important. Okay. നമുക്ക് interview point of view, strengths and weaknesses important. And why does it become important from an interview perspective is mainly because employers always want to know. അവർക്ക് എപ്പോഴും നമ്മളുടെ സ്ട്രെങ്സ് എന്താണ്, നമ്മളുടെ വീക്ക്നെസ്സസ് എന്താണെന്നുള്ളത് they always try to assess. എപ്പോഴും അവർ അസസ് ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്താണ് നമ്മുടെ സ്ട്രെങ്സ്, എന്തൊക്കെയാണ് നമ്മുടെ വീക്ക്നെസ്സസ് എന്നുള്ളതൊക്കെ.
അപ്പം നമ്മുടെ സ്ട്രെങ്സ് നമ്മുടെ വീക്ക്നെസ്സസ് ഒക്കെ നമ്മൾ പ്രോപ്പർലി അവരുടെ അടുത്ത് നമുക്ക് പറയാൻ പറ്റണം ഡ്യൂറിങ് ആൻ ഇന്റർവ്യൂ. ഇസ് ഇറ്റ് ക്ലിയർ? അപ്പം ദാറ്റ് ഇസ് വൈ വി ആർ ഗിവിംഗ് എ ലോട്ട് ഓഫ് ഫോക്കസ് അബൌട്ട് നമ്മുടെ സ്ട്രെങ്സ്, നമ്മുടെ സ്കിൽസ്, നമ്മുടെ വീക്ക്നെസ്സസ് ആൻഡ് ഓൾ ഡ്യൂറിങ് ആ ടുഡേസ് സെഷൻ. അപ്പം ദിസ് യു ഹാവ് ടു അനലൈസ് പ്രോപ്പർലി. അല്ലാണ്ട് വെറുതെ എന്തെങ്കിലും 4 സ്ട്രെങ്ത് പറഞ്ഞിട്ട് ആൻസർ പറയാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഇന്നത്തെ സെഷൻ എടുക്കുന്നത്. യു ഹാവ് ടു ബി വെരി ക്ലിയർ ഓൺ വാട്ട് യു ആർ സെയിങ് ആൻഡ് യു ഹാവ് ടു ബി വെരി ക്ലിയർലി എക്സ്പ്ലെയിനിങ് ആസ് ടു വാട്ട് യു ആർ സെയിങ്. എക്സ്പ്ലനേഷൻ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ സെഷൻ ഇത്രയും ഡീറ്റെയിലിൽ എടുക്കുന്നത്. ഓക്കെ. Is someone joining the class? iPhone എന്ന് പറഞ്ഞിട്ട് ആരെയോ കാണാനുണ്ടല്ലോ. May I know who is the person who has logged in now? Is there someone in class? Sorry, yeah. എന്താണ്? Okay, so as we said, we're going to look into how to explain strengths and to find out our strengths properly, so that from interview perspective as well as for our general personality development and for our workplace and our efficiency and productivity ki namakku idokke valare important aanu. Okay, so the first question here is what are strengths? സ്ട്രെങ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പൊ സ്ട്രെങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ആക്ച്വലി നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഓക്കെ, സോ ദ ഫസ്റ്റ് തിങ് ഇസ് ഐ എം ലിസ്റ്റിംഗ് ഔട്ട് എ ഫ്യൂ ക്വസ്റ്റ്യൻസ് ഹിയർ. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ചോദിക്കുന്നത്. ഈ ക്വസ്റ്റ്യൻസിന് ആൻസർ നമ്മൾ പറയുമ്പം ഓട്ടോമാറ്റിക്കലി നമ്മൾക്ക് നമ്മുടെ സ്ട്രെങ്സ് എന്താണെന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു ബെറ്റർ ഐഡിയ ഉണ്ടാവും. ഓക്കെ, സോ ദ ക്വസ്റ്റ്യൻ ഹിയർ ഇസ് വാട്ട് ആം ഐ ഗുഡ് അറ്റ്? നമ്മൾ എന്തൊക്കെ കാര്യങ്ങളിലാണ് വാട്ട് ആർ വി ഗുഡ് അറ്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് another question that you can ask yourself is what are the qualities that make you different from others? നമ്മളെ മറ്റുള്ളവരിൽ നിന്ന് ഡിഫറെന്റ് ആക്കുന്ന എന്തൊക്കെ ക്വാളിറ്റീസ് ആണ് നമുക്കുള്ളത്? ഓക്കെ, അപ്പൊ നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് ഡിഫറെന്റ് ആക്കുന്ന എന്തൊക്കെ ക്വാളിറ്റീസ് ആണുള്ളത്? അതേപോലെ തന്നെ വാട്ട് ആർ ദ സ്ട്രെങ്സ് ദാറ്റ് അതേഴ്സ് സീ ഇൻ മീ? മറ്റുള്ളവർ നമ്മളിൽ കാണുന്ന സ്ട്രെങ്സ് എന്തൊക്കെയാണ്? മറ്റുള്ളവർ നമ്മളിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഗുഡായിട്ട് കാണുന്ന അല്ലെങ്കിൽ ഒരു ടാലന്റും പോട്ടെ ഒരു സ്കില്ലായിട്ട് കാണുന്ന ഒരു സ്ട്രെങ്സ് എന്തൊക്കെയാണ്? ഓക്കെ, സോ ദീസ് ആർ 3 questions that will help you to make more clear what your strengths are. ഓക്കെ, വെറുതെ എന്തെങ്കിലും 2-3 സ്ട്രെങ്ത് ആരോട് ചോദിച്ചാലും പറയും കമ്മ്യൂണിക്കേഷൻ ഇസ് മൈ സ്ട്രെങ്ത്. കമ്മ്യൂണിക്കേഷൻ, ലീഡർഷിപ്പ്, ടീം വർക്ക്, അല്ലെങ്കിൽ ഹെൽപ്പിംഗ്, സിൻസിയർ, ഓണസ്റ്റ്, ഇതൊക്കെ സ്ഥിരം നമ്മൾ കേൾക്കുന്നതാണ്. ഇതൊന്നും പറയണ്ട എന്നല്ല നമ്മൾ പറയുന്നത്, പക്ഷെ യു ഷുഡ് ഹാവ് മോർ ഫോക്കസ് ഓൺ ദി ബെസ്റ്റ് സ്കിൽസ് ആൻഡ് സ്ട്രെങ്സ് ഓഫ് യുവേഴ്സ്, ജസ്റ്റ് നോട്ട് സേ എനിത്തിങ്. ഓക്കെ, എന്തെങ്കിലും പറയാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ഈ സെഷൻ എടുക്കുന്നത്. സോ യു മസ്റ്റ് put in some serious thought and evaluation into studying about yourself and why you are saying these things, because ഇത് ഒറ്റ സെന്റൻസിൽ അല്ലെങ്കിൽ ഒരു ഒറ്റ ക്വസ്റ്റ്യനിൽ ഫിനിഷ് ഓഫ് ചെയ്യുന്ന ഒരു ടോപ്പിക് അല്ല. ഇന്റർവ്യൂ വന്നിട്ട് വാട്ട് ഇസ് യുവർ സ്ട്രെങ്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ 2-3 സ്ട്രെങ്ത് പറയാൻ ഇപ്പൊ ക്ലാസിന്റെ ആവശ്യമൊന്നുമില്ല അല്ലെ? അങ്ങനെയല്ല. ഇൻ ഡിഫറെന്റ് ഫേസസ് ഓഫ് ദി ഇന്റർവ്യൂ ആൻഡ് അറ്റ് ഡിഫറെന്റ് ടൈംസ് they will try to cross verify and evaluate whether what you're saying is true. കേട്ടോ? അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ വളരെ സ്ട്രോങ്, സോളിഡ് ആൻഡ് authentic ആയിരിക്കണം. There's no confusion about it. So first thing, please note down these 3 questions, and I also want you to write down, I just give you 5 minutes where I want you to write down some class കേൾക്കുന്നതിന്റെ ഒപ്പം നിങ്ങൾ you must please involve in the class and then do the little tasks that are being given. That is the only way we can take a soft skill class. And ഞാൻ കുറെ തിയറി പഠിപ്പിച്ചിട്ട് it is not going to be very very beneficial for you, because nobody is going to ask you what the definition of strength is. Okay, അപ്പം ഈ 3 questions എഴുതിയിരിക്കുക, and then I want you to take a minute to think the answers for this, and please note down in your book immediately as to what you think these answers for these 3 questions can be.
Okay. So I hope you would have written by now നിങ്ങളുടെ സ്ട്രെങ്ത് അല്ലെങ്കിൽ നിങ്ങളുടെ വീക്ക്നെസ് എന്ന് നിങ്ങൾ കരുതുന്ന കാര്യങ്ങൾ നിങ്ങളിപ്പോൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. ഓക്കെ. ആൻഡ് we are going to now have a better idea of uh, what strengths are and why should we know our strengths. All right. അപ്പോൾ why should we know our strengths എന്നുള്ള കാര്യമാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. സോ ദ ക്വസ്റ്റ്യൻ ഹിയർ നൗ ഇസ് എന്തിനാണ് നമ്മൾ ഈ സ്ട്രെങ്സിനെ പറ്റിയിട്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത് എന്നുള്ളതാണ്. സോ can you just note down a couple of points on why we should be knowing our strength? എന്തിനാണ് നമ്മൾ നമ്മുടെ സ്ട്രെങ്ത്തിനെ പറ്റിയിട്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്യുന്നത്? Okay. So there are several reasons as to why we are studying in so much detail what our strengths are. Okay. First thing is for self-awareness. That is to understand ourselves better. നമുക്ക് നമ്മളെ പറ്റിയിട്ട് കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും സ്ട്രെങ്സിനെ പറ്റിയിട്ട് നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എപ്പോഴും സ്റ്റഡി ചെയ്യുന്നത്. Similarly, another reason for us to understand what our strengths are is to have a better self-esteem of ourselves. Okay. ഒരു better self-esteem ന് വേണ്ടിയിട്ടും and that is what is self-esteem? Self-esteem എന്ന് പറയുന്നത് ഒരു സെൽഫ് പ്രൈഡ് അല്ലെങ്കിൽ ഫീലിംഗ് ഓഫ് വാല്യൂ ആൻഡ് അപ്രീസിയേഷൻ ഫോർ യുവർ സെൽഫ്, അല്ലെങ്കിൽ നമ്മൾ വി ഫീൽ പ്രൗഡ് ഓഫ് അവർ സെൽഫ്. ദാറ്റ്സ് കോൾഡ് സെൽഫ് എസ്റ്റീം. അപ്പം നമുക്ക് എന്തെങ്കിലും കഴിവുകളൊക്കെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് നമ്മളതിനെ പറ്റിയിട്ട് തന്നെ ഒരു എന്താ പറയാ ഒരു പ്രൈഡ് ഉണ്ടാവുക, അല്ലെങ്കിൽ യു ഫീൽ ഹാപ്പി അബൌട്ട് യുവർ സെൽഫ്. You feel that okay, you are have an identity and you're able to do things എന്നുള്ള ആ ഒരു സെൽഫ് എസ്റ്റീമിനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും സ്ട്രെങ്സിനെ പറ്റിയിട്ട് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. പലപ്പോഴും what happens is when we ask candidates അല്ലെങ്കിൽ when we ask students what is your strength എന്ന് ചോദിക്കുമ്പോൾ they are like അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, just the normal things, nothing great they feel. They don't think they are in any way special. They don't think that they possess any commendable skills ഉണ്ടെന്ന് തോന്നുന്നില്ല, അല്ലെങ്കിൽ ഇന്നതൊക്കെയാ സ്കിൽസ് നമുക്ക് അറിയ പോലുമില്ല. ഓക്കെ. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇസ് നോട്ട് ഗുഡ്. സോ ദാറ്റ് മീൻസ് യു ആർ നോട്ട് അവെയർ ഓഫ് യുവർ സെൽഫ്. സോ വി ഓൾവേസ് സേ സെൽഫ് എസ്റ്റീമിന് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ പ്രോഗ്രസ്, ബിക്കോസ് നമുക്ക് നമ്മുടെ സ്ട്രെങ്സിനെ പറ്റി അറിയുമ്പോഴാണ് നമുക്ക് ആ ഏരിയാസ് ആണ് നമ്മുടെ സ്ട്രോങ് പോയിന്റ്സ് എന്നുള്ളതായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് നമ്മളുടെ സ്ട്രോങ് പോയിന്റ്സിൽ നമുക്ക് എന്താ പറയാ എൻഹാൻസ് ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ആ ഏരിയാസിൽ നമുക്ക് വർക്ക് ചെയ്യുമ്പം പ്രോഗ്രസ് ബെറ്റർ ആയിരിക്കും. മനസ്സിലായോ? എന്നാൽ അതേപോലെ തന്നെ പ്രൊഡക്ടിവിറ്റിയും ഇംപ്രൂവ്ഡ് ആയിരിക്കും. പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ദി ഔട്ട്പുട്ട് അല്ലെങ്കിൽ ദി ഔട്ട്കം ഓഫ് സംതിങ് ദാറ്റ് യു ഡു. മനസ്സിലായോ? നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ അതിന്റെ റിസൾട്ട്, ഇതിനൊക്കെയാണ് നമ്മൾ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പൊ പ്രൊഡക്ടിവിറ്റി ഓൾവേസ് ഇംപ്രൂവ്സ് വെൻ യു ആർ ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് യുവർ ട്രൂ സ്ട്രെങ്ത്സ് ആൻഡ് സ്കിൽസ് ആർ ആൻഡ് യു ആർ ഏബിൾ ടു വർക്ക് ഓൺ ഇറ്റ്. മനസ്സിലായോ? അപ്പം നമ്മൾ ഈ സ്ട്രെങ്ത് സ്കില്ലൊക്കെ ചോദിക്കുമ്പോൾ വെറുതെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞിട്ട് കാര്യം. അപ്പൊ ചില കാൻഡിഡേറ്റ്സ് ചോദിക്കുമ്പോൾ എന്ത് സ്ട്രെങ്ത് ചോദിച്ചാൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് സിൻസിയർ, കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഹെൽപ്ഫുൾ. Okay, fine, no problem. If you are confident that you are excellent in communication, maybe you can say it. പക്ഷെ the sad fact is that നമ്മൾ സംസാരിക്കുമ്പോൾ ഈ കുട്ടിക്ക് ചിലപ്പോൾ സംസാരിക്കാൻ വരെ പറ്റില്ല. ഓക്കെ. അപ്പൊ ഒരു കാരണവശാലും ഇന്റർവ്യൂവറിന് അത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും that ഇത് വെറുതെ പറഞ്ഞതാണ്, കമ്മ്യൂണിക്കേഷൻ ഒരു രീതിയിലും ആ കുട്ടിയുടെ സ്ട്രോങ് പോയിന്റ് അല്ല അല്ലെങ്കിൽ സ്ട്രെങ്ത് അല്ല. ഓക്കെ. അപ്പൊ ഇങ്ങനെ വളരെ കോൺട്രവേഴ്ഷ്യലും വളരെ എന്താ പറയാ ഡിഫറെന്റ് അല്ലെങ്കിൽ വളരെ ജെനുവിൻ അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും സ്ട്രെങ്ത്തിൽ പറയരുത്. ബിക്കോസ് ദേ ആർ ഓൾവേസ് ട്രൈങ് ടു ക്രോസ് വെരിഫൈ, ദേ ആർ ഓൾവേസ് ട്രൈങ് ടു ചെക്ക് വെദർ വാട്ട് യു ആർ സേയിങ് ഇസ് ട്രൂ. ഓക്കെ. അപ്പം നിങ്ങൾ പറയുമ്പോൾ എപ്പോഴും സ്ട്രെങ്ത്തിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾ വളരെ പ്രോപ്പറായിട്ട് ഇവാലുവേറ്റ് ചെയ്ത് ഇതെന്റെ സ്ട്രെങ്ത് ആണോ, am I good at it, അല്ലെ? നമുക്ക് ക്വസ്റ്റ്യൻസ് നേരത്തെ പറഞ്ഞു, am I good at it, പീപ്പിൾ എന്നെ റെക്കഗ്നൈസ് ചെയ്യാറുണ്ടോ ഫോർ ദിസ്, എന്തുകൊണ്ടാണ് എനിക്ക് ഇതിന്റെ സ്ട്രെങ്ത് ആയിട്ട് ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ നന്നായി ചിന്തിച്ചിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വേണം എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇന്റർവ്യൂനോ അല്ലെങ്കിൽ നിങ്ങളുടെ എംപ്ലോയേഴ്സിന്റെ അടുത്ത് പറയാൻ. ഓക്കെ. സോ പ്ലീസ് നോട്ട് ഡൗൺ ദീസ് പോയിന്റ്സ്.
So next we're going to look into why the interviewer is asking us about our strengths. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് വാട്ട് ഇസ് ദ ഇമ്പോർട്ടൻറ്റ് തിങ് ദാറ്റ് ദി ഇന്റർവ്യൂവേഴ്സ് ആർ ഓൾവേസ് ആസ്കിങ് അസ് ഓഫ് ദീസ് സ്ട്രെങ്ത്സ്. Okay, so there are many different reasons. First of all, to understand how aware are you about yourself. നമുക്ക് നമ്മളെ പറ്റിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അറിയാം, how aware are we about our skills, about our strengths എന്ന് മനസ്സിലാക്കാൻ വേണ്ടി എപ്പോഴും ഇന്റർവ്യൂവർ നമ്മുടെ അടുത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇഫ് യുവർ സ്ട്രെങ്ത്സ് ആൻഡ് സ്കിൽസ് വുഡ് ബി ബെനിഫിഷ്യൽ ആൻഡ് സൂട്ട് ദി ഓർഗനൈസേഷൻ. നമ്മളുടെ ഈ സ്ട്രെങ്ത്സും സ്കിൽസും നമ്മളുടെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നമ്മളുടെ ജോലിക്ക് സൂട്ടബിൾ ആണോ എന്ന് മനസ്സിലാക്കാനും കൂടിയിട്ടാണ് അവർ ഈ ചോദ്യങ്ങൾ പലപ്പോഴും ചോദിക്കുന്നത്. കമ്പൽസറിയായിട്ടും ചോദിക്കുന്നതല്ല ഞാൻ പറയുന്നത്, പക്ഷെ വെരി ഓഫൻ ദേ ആസ്ക്. ഓക്കെ, ചിലപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റൻ ആവും, ചിലപ്പോൾ വേറെ ഏതെങ്കിലും രീതിയിലായിരിക്കും ഇത് അവർ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്യാം. അപ്പം ദേ ആർ ട്രൈങ് ടു ഫൈൻഡ് ഔട്ട് whether നമ്മളുടെ skills are going to be beneficial for that particular job അല്ലെങ്കിൽ that particular organization. Okay, പിന്നെ so these are the reasons why the interviewers are asking us these questions. കേട്ടോ, അപ്പം എന്തിനു വേണ്ടിയിട്ടാണ്, വെറുതെ അല്ല. They are trying to find it out for a reason. Okay, because they want to know whether you are a suitable candidate. അവരുടെ പ്രൊഫൈലിന് അവരുടെ ജോലി ചെയ്യാൻ ഉള്ള സ്കിൽസ്, നോളജ്, എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കുണ്ടോ എന്ന് അവർ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, ഷർഫീന, ഷർഫീന, ഷർഫീന ഷാനവാസ്, തെറ്റിക്കേറിയതാണോ ക്ലാസ്സില്? ഇത് ജിറിയാട്രിക്കിന്റെ ക്ലാസ് ആണ് നടക്കുന്നത്. ഇഫ് യു ലോഗ്ഡ് ഇൻ റോങ്ലി പ്ലീസ് ലോഗ് ഔട്ട്. ഷർഫീന ഏത് ക്ലാസ്സിലേക്കാ ലോഗിൻ ചെയ്തേക്കണേ? അൺമ്യൂട്ട് ചെയ്താ കേൾക്കാനില്ല വർത്താനം പറയുന്നത്. മാം നെറ്റ് സ്ലോ, ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്നു, കേറാൻ പറ്റുന്നില്ല എനിക്ക്. ഇത് ഏത് ക്ലാസ്സാ ഷർഫീന? എന്തോ ഷർഫീനയുടെ ക്ലാസ് ഏതാ? എന്തോ ഷർഫീനയുടെ ബാച്ച് ഏതാ? ഏത് ബാച്ചിലെ സ്റ്റുഡന്റാ? പേരൻസോ? ഏത് ബാച്ചിലത്തെ സ്റ്റുഡന്റ് ആണ്? ഹലോ, എന്തോ മാം? ഏത് ബാച്ചിലെ സ്റ്റുഡന്റ് ആണ് ഷർഫീന? ഏതാ ക്ലാസ് ഏതാ ഷർഫീനയുടെ? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ഡിപ്ലോമ ഇൻ. അത് ഇന്ന് ഈ സമയത്തല്ലല്ലോ ലോഗിൻ ഉള്ളത്. ഞാൻ കേറിയത് രാവിലെ തൊട്ട് കേറുന്നുണ്ട്, നെറ്റ് കിട്ടുന്നില്ല. ഷർഫീന, ഇത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ക്ലാസ് അല്ലല്ലോ. അല്ലേ? അല്ല, ലോഗ് ഔട്ട് ചെയ്തോട്ടോ. ഓക്കെ ഓക്കെ. Okay, so next we're going to look into the different types of strengths. Okay, അപ്പൊ നമ്മൾ സ്ട്രെങ്സിനെ കുറച്ചുകൂടി ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ സ്ട്രെങ്സിനെ ഒരു 3 കാറ്റഗറീസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്തേക്കാണ്. ഓക്കെ, സോ ദാറ്റ് വി വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ആ സ്ട്രെങ്സ് ഇൻ എ ബെറ്റർ വേ. സോ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് പേഴ്സണൽ സ്ട്രെങ്സിന്റെ കാറ്റഗറിക്ക് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് ജനറൽ ഓർഗനൈസേഷൻ സ്കിൽസ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലേക്ക് നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. പിന്നെ വന്നിട്ട് നമ്മുടെ ജോബ് സ്പെസിഫിക് സ്കിൽസ് എന്ന് പറഞ്ഞ കാറ്റഗറിയിലേക്ക് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ,
അപ്പം ഈ 3 കാറ്റഗറീസിലേക്കായിട്ട് നമുക്ക് ജനറലി സ്ട്രെങ്സിന് നമുക്ക് ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനെ 3 ടൈപ്പ് ഹാർഡ് കോർ ആയിട്ട് 3 യുനോ ഡിഫറെന്റ്ലി സെറ്റ് സ്ട്രെങ്സ് ഉണ്ടെന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷെ these are the 3 wide broad understanding classifications that we can make to understand and explain strengths in a better manner. Okay, so first just note this down and we will look into each of these one by one.
Okay. Here, next, what we're going to look into is the first category that we were talking about called personal strengths. Now, personal strengths and then we will understand that, we can understand this as എന്താണ് നമ്മളുടെ ക്യാരക്ടർ റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റീനെ റിലേറ്റ് ചെയ്തിട്ടുള്ള നമ്മളുടെ സ്ട്രെങ്സ് അല്ലെങ്കിൽ സ്കിൽസ് നമുക്ക് നമ്മളുടെ പേഴ്സണൽ ട്രേറ്റ്സിന്റെ കാറ്റഗറിക്ക് നമുക്ക് സ്ട്രെങ്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം. That means those skills, those traits, those natures of ours that are related to our character, that are related to our personality, and that which always, is part of yourself. Okay. And it is by nature the way you are. Okay. സോ ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മൾ സാധാരണ പേഴ്സണൽ ട്രേറ്റ്സ് എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ അതിൽ വരുമ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് ആണ് ഞാൻ തന്നിരിക്കുന്നത്. ഇത്രയും എക്സാമ്പിൾസ് മാത്രമൊന്നല്ല, അല്ലെങ്കിൽ ഇത് മാത്രമാണ് പേഴ്സണൽ ട്രേറ്റ്സ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കുറച്ച് എക്സാമ്പിൾസ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഇങ്ങനെ തന്നിരിക്കുന്നു എന്ന് മാത്രം. നിങ്ങളുടെ ട്രേറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ സ്ട്രെങ്സ് എന്ന് പറയുന്നത് ചിലപ്പം ഇത് റിലേറ്റഡ് ആയിട്ട് ആവുകയില്ലായിരിക്കും ചിലപ്പം. ഇതല്ലാത്തത് വേറെ എന്തെങ്കിലും ആണെങ്കിൽ അത് യു മസ്റ്റ് ഫൈൻഡ് ഔട്ട് ആൻഡ് റൈറ്റ്. ഓക്കെ. So I'm just reading through the different personal traits that have been given as examples here. Prashant, this is not the entire, list of personal traits that there are. Okay. Willing to learn, empathetic, patient, creative, flexible, adaptable, optimistic, punctual, helpful, sincere, responsible, compassionate, convincing, അതേപോലെ തന്നെ പെർസിസ്റ്റന്റ്, ഹാർഡ് വർക്കിംഗ്, ഡിറ്റർമിൻഡ്, diligent, confident, practical, ഇങ്ങനത്തെ ഒരുപാട് പേഴ്സണൽ സ്ട്രെങ്സ് നമുക്കുണ്ടാവും. ഓക്കെ. അല്ലെങ്കിൽ ഒത്തിരി പേഴ്സണൽ സ്ട്രെങ്സ് ഉണ്ട്. സോ നമ്മൾക്ക് ഏതൊക്കെയാ ഉള്ളത്, നമ്മളുടെ ബെസ്റ്റ് സ്ട്രെങ്ത് അല്ലെങ്കിൽ വൺ ദാറ്റ് വി ആർ ദ മോസ്റ്റ് കോൺഫിഡൻറ്റ് ഇൻ എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ട് നമ്മൾ എപ്പോഴും നമ്മൾ പ്രസന്റ് ചെയ്യേണ്ടത്. Okay, so always be clear on the things that you are explaining in front of your interviewer. Okay. അപ്പം ഇതിന്റെ എക്സാമ്പിൾസ് ഒന്ന് ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്യേ. ഇത് കൂടാണ്ട് ഒത്തിരി പേഴ്സണൽ ട്രേറ്റ്സ് ഉണ്ട്. അപ്പം അതൊക്കെ നിങ്ങളൊന്ന്, as I said, ഒരിക്കലും don't limit yourself to the knowledge that is being shared during the classes here, because നമുക്ക് വളരെ ലിമിറ്റഡ് ടൈമേ ഉള്ളൂ. ഡയറക്റ്റ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യാനും പറ്റുന്നില്ല. സോ യു മസ്റ്റ് ഡു എ ലോട്ട് ഓഫ് റിസർച്ച്, യു മസ്റ്റ് ഡു എ ലോട്ട് ഓഫ് റീഡിങ്, യു മസ്റ്റ് റിസർച്ച് ഓൺ ദി ഇന്റർനെറ്റ് ഓർ വിത്ത് വാട്ട് എവർ റിസോഴ്സസ് യു ഹാവ്. ഓക്കെ. റീഡ് ചെയ്യുക, ടോക്സ് കേൾക്കുക. യൂട്യൂബിൽ ഒത്തിരി ടോക്സ് സ്ട്രെങ്സിനെയും വീക്ക്നെസ്സിനെയൊക്കെ പറ്റിയിട്ടുണ്ട്. ഒത്തിരി ആൾക്കാരുടെ സ്ട്രെങ്സ് വീക്ക്നെസ് അവർ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കുറച്ച് കേട്ടാലാണ് നമുക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാ ഇന്റർവ്യൂവിന് പോയിട്ട് പറയാൻ പറ്റുന്നത്. കേട്ടോ. അണ്ട് വെറുതെ ബുള്ളറ്റ് പോയിന്റ് ഇട്ടിട്ട് നമ്മൾ പോയിന്റ്സ് പരീക്ഷയ്ക്ക് എഴുതുന്ന പോലെ ചെന്നിട്ട് എമ്പത്തറ്റിക്, ക്രിയേറ്റീവ്, ഫ്ലെക്സിബിൾ എന്ന് പറഞ്ഞിട്ട് ഫിനിഷ് ഓഫ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അങ്ങനെയല്ല ഒരിക്കലും നമ്മൾ ഇന്റർവ്യൂവിൽ പറയേണ്ടത്. ഓക്കെ. സോ പ്ലീസ് നോട്ട് ദീസ് എക്സാമ്പിൾസ്.
Okay. The next category of skills that we are going to look into is called as general organizational skills. Okay. So, എന്താണ് general organization skills എന്ന് പറയുന്നത്? Those skills that are related to general നമ്മളായിട്ട് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യണമെങ്കിലത്തെ സ്കിൽസ് ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ. സോ ഫസ്റ്റ് നോട്ട് ദിസ് ഡൗൺ ആൻഡ് എക്സ്പ്ലെയിൻ ടു യു. ഓക്കെ. ജസ്റ്റ് ഈ എക്സാമ്പിൾസ് ഒന്ന് നോട്ട് ചെയ്യുക. ഐ എക്സ്പ്ലെയിൻ വാട്ട് ദീസ് ആർ. ഓക്കെ.
സോ ജനറൽ ഓർഗനൈസേഷൻ സ്കിൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെനെവർ യു ആർ വർക്കിംഗ് ഇൻ ആൻ ഓർഗനൈസേഷൻ ദർ ആർ എ സെറ്റ് ഓഫ് സ്കിൽസ് ദാറ്റ് ആർ വെരി നെസസറി വെൻ യു വർക്ക് ഇൻ എ ഗ്രൂപ്പ്. ഓക്കെ, ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇൻ എ സ്ട്രക്ചർഡ് മാനർ നമ്മൾ വർക്ക് ചെയ്യുന്നതിനാണ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പം ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ ഓർഗനൈസേഷൻ സ്കിൽസ് ആർ വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന സ്കിൽസ് എന്നല്ല ഈ സ്കിൽസിന്റെ അർത്ഥം. പക്ഷെ നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിട്ട് നമ്മൾ ഒരു ടീം വർക്ക് ആയിട്ട് നമ്മൾ ടാസ്ക് ചെയ്യുമ്പോൾ ഒക്കെ നമ്മൾ അച്ചീവ് ചെയ്യുന്ന സ്കിൽസ് ആണ്. അപ്പൊ നമ്മൾ ചെറിയ കുട്ടികളായിട്ട് സ്കൂളിൽ പോകുമ്പോൾ അവിടെ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ചെയ്യുമ്പോൾ, കുട്ടികളായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരു കോളേജിൽ പോകുമ്പോൾ അവിടെ നമ്മൾ എന്താ പറയാ കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യും. അപ്പൊ ഡെവലപ്പ് ചെയ്യുന്ന ഓട്ടോമാറ്റിക്കലി നമുക്ക് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് വഴി, ഇന്ററാക്ഷൻ വഴി, ഇന്റർപേഴ്സണൽ സ്കിൽസ് വഴിയൊക്കെ നമുക്ക് കിട്ടുന്ന കുറെ കാര്യങ്ങളാണ് ഈ ഓർഗനൈസേഷൻ സ്കിൽസ് എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് എപ്പോഴും നമ്മൾ മാത്രമായിട്ട് ഒറ്റയ്ക്ക് സെക്ലൂഡഡ് ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യല്ല ഒരിക്കലും ചെയ്യുന്നത് നമ്മൾ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണ്? We should always understand that whenever we are explaining നമ്മുടെ skills, we should be explaining those skills which you think are important in an organizational setting. ഓക്കെ, അപ്പം നമുക്കൊരു ഗ്രൂപ്പായിട്ട് അല്ലെങ്കിൽ ഇന്ന ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ഇന്ന ടീം നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ട സ്കിൽസ് ഉണ്ടെങ്കിൽ അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് എംപ്ലോയേഴ്സ് ഗിവ് എ ലോട്ട് ഓഫ് preference and importance to these kind of skills because ജോലി സ്ഥലത്ത് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കുറച്ച് സ്കിൽസ് ആണ് ഇന്റർപേഴ്സണൽ സ്കിൽസ്, ക്രിട്ടിക്കൽ തിങ്കിങ്, പ്രോബ്ലം സോൾവിങ്, ടീം വർക്ക്, മാനേജ്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് സ്കിൽസ്, ലീഡർഷിപ്പ് സ്കിൽസ്, ഓർഗനൈസേഷൻ, കമ്മ്യൂണിക്കേഷൻ, പ്ലാനിങ്, ഡിസിഷൻ മേക്കിംഗ്, നെഗോസിയേഷൻ, കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനത്തെ സ്കിൽസ് നമുക്കുണ്ടെങ്കിൽ ഇപ്പൊ ഇത് കുറച്ച് എക്സാമ്പിൾസ് ആണ് കേട്ടോ, ഇത് ഫുള്ള് ലിസ്റ്റ് ഒന്നല്ല. അപ്പൊ നിങ്ങൾ നോക്കണം നിങ്ങൾക്ക് എന്തൊക്കെ ഓർഗനൈസേഷൻ സ്കിൽസ് ആണ് ഉള്ളത്, ഇഫക്റ്റീവ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാനും അതേപോലെ തന്നെ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാനും കോൺഫിഡന്റ് ആയിട്ട് ഒരു ഇന്റർവ്യൂവിൽ പറയാനും ഒക്കെ നമുക്ക് വിത്ത് എക്സാമ്പിൾസ് അല്ലെങ്കിൽ വിത്ത് എക്സ്പ്ലനേഷൻ നമുക്ക് പറയാൻ പറ്റുന്ന, അല്ലെങ്കിൽ മുമ്പ് നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ എക്സിബിറ്റ് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള സ്കിൽസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് പറയണം കേട്ടോ. അപ്പം ഈ സെറ്റ് ഓഫ് സ്കിൽസ് ആർ ഇമ്പോർട്ടൻറ്റ്. സോ ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം ഒന്ന് നിങ്ങൾക്ക് മനസ്സിലായ രീതിയിൽ ഒന്ന് അവിടെ നോട്ട് ഡൗൺ ചെയ്യുക. ഓർഗനൈസേഷൻ സ്കിൽസ് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഗ്രൂപ്പ് വഴി നമുക്ക് ഒറ്റയ്ക്ക് ഇരുന്ന് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല അങ്ങനത്തെ കാര്യങ്ങൾ. ഇപ്പൊ ലീഡർഷിപ്പ് സ്കില്ല് ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഒരു സീറ്റിൽ ഇരുന്നിട്ട് എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും ലീഡർഷിപ്പ് സ്കില്ല്, അല്ലെങ്കിൽ അത് എക്സിബിറ്റ് ചെയ്യാൻ പറ്റും, ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റും, ഇതൊന്നും പറ്റില്ല. അഡ്മിനിസ്ട്രേറ്റീവ് സ്കിൽസ്, ഐ വിൽ ഹാവ് ടു ബി വർക്കിംഗ് ഇൻ എ ടീം, റൈറ്റ്? ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് ഒരു പ്രൊഫഷണൽ സെറ്റിംഗിൽ വരുമ്പോൾ. അപ്പൊ ജോലി പെർസ്പെക്റ്റീവിൽ വരുമ്പം അല്ലെങ്കിൽ ഒരു ജോബിന്റെ പെർസ്പെക്റ്റീവിൽ വരുമ്പോൾ ഓർഗനൈസേഷൻ സ്കിൽസ് എപ്പോഴും നമ്മൾ പറയാൻ ഒരു കാരണവശാലും വിട്ടുപോകരുത്. പലപ്പോഴും എന്താ സംഭവിക്കുന്നത്, നമ്മൾ ഈ പേഴ്സണൽ സ്കിൽസും ട്രേറ്റ്സും മാത്രം പറഞ്ഞു വിട്ടുകളയാണ്. അതെന്ന് പറയുന്നത് ഒരു ശരിയല്ല എന്നല്ല പറയുന്നത്, അത് പറയാം, അതിന് പറയുന്നതിന് കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ അതിനെക്കാട്ടിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെറ്റ് ഓഫ് സ്കിൽസ് ആണ് ഇത്. അപ്പൊ നമ്മൾ മിക്സ് ചെയ്തിട്ട് പറയാം കേട്ടോ. അപ്പൊ ഓർഗനൈസേഷൻ സ്കിൽസ് ഒരു കാരണവശാലും വിട്ടുകളയരുത്. നിങ്ങൾക്ക് എന്തൊക്കെ ഓർഗനൈസേഷൻ സ്കിൽസ് ഉള്ളത് അതിന്റെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് നമ്മൾ എപ്പോഴും എക്സിബിറ്റ് ചെയ്ത് മെൻഷൻ ചെയ്യാം. ഓക്കെ.
And now we will look into the last category of skills that we understand as the job specific skills. ഇനി ഈ category of skills നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്നത് that job specific skills are those skills that are always achieved from doing a particular job. അപ്പോൾ ഒരു ജോലി ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സ്കിൽസ് ആണ് ജോബ് സ്പെസിഫിക് സ്കിൽസ്. അപ്പൊ ഇതെല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ജോലി ചെയ്തിട്ടുള്ളവർക്ക് ആ പർട്ടിക്കുലർ ജോലിയിൽ നിന്ന് കിട്ടുന്ന സ്കിൽസ് ആണ് ജോബ് സ്പെസിഫിക് സ്കിൽസ്. മനസ്സിലായോ? അപ്പം എന്താണ് ഈ ജോബ് സ്പെസിഫിക് സ്കിൽസ് എന്ന് പറയുന്ന കാര്യങ്ങൾ നമുക്ക് പ്രീവിയസ്ലി നമുക്ക് ജോബ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എഴുതാവുന്നതാണ്. Okay, so whatever skills that you have achieved from your previous job, you can always mention. Is it clear? Now, whenever we talk about job specific skills, if you think it is going to be beneficial to your next job, you must definitely mention. Otherwise also you can mention, there's no harm. അപ്പം ചിലപ്പോൾ പ്രീവിയസ്ലി വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഈ സ്കിൽസ് ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അത് എഴുതിയില്ലെങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി നമ്മൾ എഴുതുന്ന സമയത്ത് ജോബ് സ്പെസിഫിക് സ്കിൽ, ജനറൽ ഓർഗനൈസേഷൻ സ്കിൽ അല്ലെങ്കിൽ പേഴ്സണൽ ട്രേഡ് സ്കിൽ എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സ്കിൽസ് എന്ന് എഴുതുക, എന്നിട്ട് നമ്മൾ ഇതിനെ ലിസ്റ്റ് ചെയ്യാം. ജോബ് സ്പെസിഫിക് സ്കിൽസിനെ പലപ്പോഴും എക്സ്പെർട്ടിസ് അല്ലെങ്കിൽ ഏരിയാസ് ഓഫ് എക്സ്പെർട്ടിസ് എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ മെൻഷൻ ചെയ്യാറുണ്ട്. ദാറ്റ് ഇസ് ഇഫ് യു ഹാവ് എ ലോട്ട് ഓഫ് വർക്ക് എക്സ്പീരിയൻസ്. വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർക്കാണ് അത് കൂടുതൽ റെലവെന്റ് ആയിട്ട് നമുക്ക് പലപ്പോഴും മെൻഷൻ ചെയ്യാനും എഴുതാനും പറ്റാറ്. Is it clear? So you can just note down, like examples are budgeting, customer billing, quality assurance and control, staff management, project management, data analysis, legal knowledge of industry, computer skills, administration, MIS management, inventory management, front desk operations. Suppose you've been handling patients, maybe patient care, or maybe you've been working as an assistant in some medical related fields. Maybe you can mention that. Okay, അപ്പോൾ ഏതിലാണോ നിങ്ങളുടെ എക്സ്പെർട്ടിസ് അത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, ആൻഡ് അത് ലിസ്റ്റ് ചെയ്യുക. ഇസ് ദാറ്റ് ക്ലിയർ? പ്ലീസ് നോട്ട് ദിസ് ഡൗൺ ഓൾസോ.
Okay. So next we are going to look into the interview perspective of discussing strengths. Okay. Interview perspective എന്ന് പറയുന്നത് എന്താണെന്നാണ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത്. First thing is that you have to pick the strengths that would fit the position you're applying for. This is one thing that we always say. നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾക്ക് സ്കില്ലുണ്ട് എന്ന് തോന്നുന്ന സ്ട്രെങ്സ് നമ്മൾ എപ്പോഴും പിക്ക് ചെയ്യാം. ഓക്കെ. നമ്മൾ കാഷ്വലി എന്തെങ്കിലും പറയാണ്ടിരിക്കുക. ഡോണ്ട് ട്രൈ ടു സേ എനിത്തിങ് കാഷ്വലി അല്ലെങ്കിൽ വിതൗട്ട് എനി ഇവാലുവേഷൻ. ബിക്കോസ് ചുമ്മാ എന്തെങ്കിലും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ യു വിൽ ബി നോട്ട് ഏബിൾ ടു സബ്സ്റ്റാൻഷിയേറ്റ് ഇറ്റ് ഓർ എക്സ്പ്ലെയിൻ ഇറ്റ് വെൻ ദേ ആസ്ക് യു മോർ ക്വസ്റ്റ്യൻസ്. ഓക്കെ. അപ്പം ഓൾവേസ് ട്രൈ ടു think properly, prepare properly, and then only give answers. Okay. We always say you have to speak naturally and genuinely, and always explain briefly how a particular strength has been beneficial for you. Now, this is a very, very, very important point. Okay. Now, what is your strength? എന്ന് ചോദിക്കുമ്പോൾ 3 bullet point ഇട്ട മാതിരി പറയരുത് എന്നുള്ളത് ഞാൻ ത്രൂ ഔട്ട് ക്ലാസ്സിന്റെ സെഷൻ ബിഗിനിങ് തൊട്ട് ഞാൻ പറയാണ്. Again, I'm telling you that never say this as, just points alone. Each one, whatever you say, has to be explained in a little manner. Okay. Explanation compulsory ആയിട്ടും വേണം. അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഇൻസിസ്റ്റ് ചെയ്യുന്നത്. Okay. And how will you approach this? You must always, sometimes they might ask you, okay, എന്തുകൊണ്ടാണ് you think that you are good at leadership? Leadershipനെ നിങ്ങളുടെ സ്ട്രെങ്ത് ആണെന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. Why do you think you are good at leadership? എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ എക്സ്പ്ലനേഷൻ വേണം. ഓക്കെ. അപ്പൊ ചിലപ്പം അത് നമ്മൾ ചെറുപ്പം തൊട്ടേ നമ്മൾ നല്ലൊരു ഒത്തിരി ലീഡർഷിപ്പ് കോഴ്സ് ചിലപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടാവും. Okay, school, you have been, the school captain, maybe you've been the class monitor, maybe you've been in charge of a lot of, committees, maybe. Maybe you were while in college, maybe you were in the union committee, maybe. Or maybe you were in charge of a particular department, or you were the head of a department, or you were the head of a particular group, you were in charge of a particular activity or a seminar. അപ്പോൾ ലീഡർഷിപ്പ് റോൾസ് നമ്മൾ ത്രൂ ഔട്ട് നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലും ഒക്കെ ചെയ്തിട്ടുള്ളത് കൊണ്ടാണല്ലോ നമ്മൾ പറയുന്നത് എനിക്ക് ലീഡർഷിപ്പ് സ്കിൽ ഉണ്ട് എന്നുള്ളത്. ഓക്കെ. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസ്, ഇൻസിഡൻസ്, പ്രീവിയസ് എക്സ്പീരിയൻസസ് ഒക്കെ നമ്മൾ ചോദിച്ചാൽ ഡെഫിനറ്റ്ലി പറയാൻ, എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾക്ക് പറ്റണം കേട്ടോ. അപ്പൊ ഇതിനൊക്കെ നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. അതേപോലെ തന്നെ നമുക്ക് ഒരു കാര്യം ചെയ്തിട്ട് അതിൻ്റെ ഒരു ഗുഡ് ഔട്ട്കം അല്ലെങ്കിൽ ഒരു ഫൈനൽ റിസൾട്ട് നന്നായിട്ട് വന്നു എന്നും കൂടെ നമുക്ക് പലപ്പോഴും പറയാൻ പറ്റണം. മനസ്സിലായോ? അപ്പൊ ഔട്ട്കം ഇസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഞാൻ കുറെ കാര്യങ്ങൾ ചെയ്തു, പക്ഷെ ഔട്ട്കം ഒന്നും ഇല്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഓക്കെ. അപ്പൊ ഞാൻ ഇന്ന ആക്ടിവിറ്റീസ് ഒക്കെ കോർഡിനേറ്റ് ചെയ്ത് ഞാൻ ലീഡർഷിപ്പ് റോൾ എടുത്ത് ഞാനത് ഭംഗിയായി ചെയ്തു, അല്ലെങ്കിൽ അതിന്റെ ഔട്ട്കം ഭയങ്കര കമൻഡബിൾ ആയിരുന്നു, റിമാർക്കബിൾ ആയിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് outcome also sometimes is very, very important. Okay. So please note down these points. I'll just run to the first page.
Next, I have given here an example of how you can probably explain your weaknesses and strengths when you are explaining this in front of your interviewer. Okay. അപ്പോൾ സപ്പോസ് അഡാപ്റ്റബിലിറ്റി എന്നുള്ളൊരു സ്ട്രെങ്ത് ആണ് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്യണേ അല്ലെങ്കിൽ പ്രസന്റ് ചെയ്യാൻ അറ്റംപ്റ്റ് ചെയ്യണമെങ്കിൽ എപ്പോഴും നമ്മൾ പറയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? സംടൈംസ് യു ഹാവ് ടു ബിഗിൻ വിത്ത് ദി സ്കിൽ. ഓക്കെ. പിന്നെ അത് എങ്ങനെയാണ് നമ്മളുടെ ഒരു സ്ട്രെങ്ത് ആയിട്ട് എന്തുകൊണ്ടാണ് അത് ഫീൽ ചെയ്യാൻ കാര്യം എന്നുള്ളത് നിങ്ങളുടെ പ്രാക്ടിക്കൽ നിങ്ങളുടെ ലൈഫിലത്തെ എക്സ്പീരിയൻസ് വെച്ച് നിങ്ങളത് പറയാം. ഓക്കെ. സോ യു കെൻ സേ ദാറ്റ് ഐ കെൻ ക്വിക്ലി കോപ്പ് ആൻഡ് അഡ്ജസ്റ്റ് വിത്ത് ഡിഫറെന്റ് വർക്ക് എൻവയൺമെന്റ്സ് ഈസിലി. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ മേ ബി യു കെൻ സേ ഐ ബീൻ ഏബിൾ ടു മെയിൻറ്റെയിൻ വർക്ക് ഫ്ലോ ആൻഡ് പ്രോഗ്രസ് വെനെവർ ഐ ഹാഡ് ടു സ്വിച്ച് ബിറ്റ്വീൻ അസൈൻമെന്റ്സ് തമ്മിൽ നമുക്ക് സ്വിച്ച് ചെയ്യേണ്ട സമയങ്ങളിൽ നമ്മുടെ ഔട്ട്പുട്ട് റെഗുലർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാറുണ്ട് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ പറയാം. ഓക്കെ. അപ്പൊ അഡാപ്റ്റബിലിറ്റി എന്ന് പറഞ്ഞൊരു കാര്യം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം. മനസ്സിലായോ? അപ്പൊ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു ചെറിയൊരു ഷോർട്ട് എക്സ്പ്ലനേഷനിൽ തന്നെ വന്നു. എന്തെന്ന് നമ്മുടെ സ്കില്ല് വന്നു, എന്തുകൊണ്ടാണ് നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് വിത്ത് ദിസ് സ്ട്രെങ്ത് നമ്മൾ പറഞ്ഞു. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഒരു പ്രോപ്പർ അല്ലെങ്കിൽ ഒരു ഗുഡ് ഔട്ട്കം നമ്മൾ ഇതിൽ പറഞ്ഞു. ഓക്കെ. അപ്പൊ അങ്ങനത്തെ ഒരു ചെറിയ എക്സ്പ്ലനേഷൻ ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി ഫോർ എക്സാമ്പിൾ, ഇനിയിപ്പോ ഞാനൊരു എക്സാമ്പിളും കൂടെ പറയാം. സേ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ ലീഡർഷിപ്പ് സ്കില്ല് പറയാണ്. ഇപ്പൊ സപ്പോസ് നേരത്തെ പറഞ്ഞ പോലെ ഐ എം എ പേഴ്സൺ ഹു ഹാസ് ഗുഡ് ലീഡർഷിപ്പ് സ്കിൽ എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ യു മസ്റ്റ് ബി ഏബിൾ ടു സേ ദാറ്റ് ഓക്കെ ഐ ബിലീവ് ഐ ഹാവ് ഗുഡ് ലീഡർഷിപ്പ് സ്കിൽസ്. When I was while in school and college, I have taken up various leadership roles while in school and college. In school, at high school, I was probably the school captain, and I was very frequently the class monitor and class in charge during several years of my school life. Okay. And then when I moved on into college also, I was the leader for several activities and several cultural programs. I was even elected as maybe, if at all you have elected as maybe the chairperson, no, maybe I was the treasurer, no, you've taken up എന്തെങ്കിലും leadership roles ഒക്കെ നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ that you explain, and then you can say that and people and my teachers and my friends have always been appreciating me for the kind of leadership that I have exhibited always. Okay, that is a good outcome. അല്ലെങ്കിൽ ഇന്നൊരു പ്രോഗ്രാം ഞാൻ കണ്ടക്ട് ചെയ്തത്, me and my team conduct ചെയ്തത് വളരെ സക്സസ്ഫുൾ ആയിട്ട് അത് ഞങ്ങൾക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റി. ദി ഔട്ട്കം വാസ് എക്സലന്റ് ആൻഡ് വി റിസീവ്ഡ് എ ലോട്ട് ഓഫ് അപ്രീസിയേഷൻ ഫ്രം അവർ ടീച്ചേഴ്സ് ആൻഡ് ഫാക്കൽറ്റി എന്നുള്ളതൊക്കെ നമുക്ക് പറയാം. അപ്പൊ ഇങ്ങനെ പറയുമ്പോഴാണ് അത് ജെന്യുവൻ ആണ്, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു കോൺഫിഡൻസ് ആൻഡ് നമ്മളുടെ ഒരു എക്സ്പീരിയൻസ് ഇൻ ദാറ്റ് സ്കിൽ എംപ്ലോയർക്ക് കോൺഫിഡന്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ. കേട്ടോ? അപ്പം ഏത് കാര്യം പറയുകയാണെങ്കിലും ഇതേപോലത്തെ ഒരു ഷോർട്ട് എക്സ്പ്ലനേഷൻ നെസസറി ആണ്. അപ്പൊ ഈ എക്സാമ്പിൾ ഒന്ന് നോട്ട് ഡൗൺ ചെയ്യേ. And then I will give you a small task which I will explain, and it is very important for you to do that task. And that is a writing one. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്യേ. ആൻഡ് യു ക്യാൻ ഇൻ അഡീഷൻ ദി ലീഡർഷിപ്പ് സ്കില്ലിന്റെ ഒരു എക്സാമ്പിൾ ഞാനിപ്പം വെർബലി എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളൊന്ന് നോട്ട് ഡൗൺ ചെയ്യേ. കേട്ടോ? നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ. എന്നാലാണ് നിങ്ങൾക്ക് ഇനി എഴുതുമ്പം അതേപോലെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ പറ്റുള്ളൂ.
So I hope you can see the screen. Screen കാണാവോ? സ്ക്രീനിൽ അതിരിക്കുന്നതാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ള അസൈൻമെന്റ്. ഓക്കെ, so this is the assignment or the small task that you're supposed to do. Assignments നിങ്ങൾക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല, ചെയ്യണം, കമ്പൽസറി ആയിട്ടും ചെയ്യണം, because this will be checked. Let me tell you, ക്ലാസ്സിൽ ഡയറക്റ്റ് വരുന്നുണ്ടെന്ന് വെച്ച് അസൈൻമെന്റ്സും ടാസ്കും ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല. This will be asked and cross verified with you, so you do not have an option not to do it. Okay, and I am telling you, please do come for the doubt clearing sessions. Doubt clearing sessions വന്നിട്ട് ടാസ്കും അസൈൻമെന്റ്സ് ഒക്കെ കറക്റ്റ് ചെയ്ത് മേടിക്കുക. ഓക്കെ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക, ക്ലിയർ ചെയ്യുക. ഡൗട്ട് ക്ലിയറിംഗ് ഒട്ടും അറ്റൻഡ് ചെയ്യാണ്ടിരിക്കുന്നത് ഇസ് നോട്ട് വൈസ് അറ്റ് ഓൾ, ലെറ്റ് മീ ടെൽ യു. ഓക്കെ, സോ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഏതെങ്കിലും 3 സ്ട്രെങ്സിനെ പ്രോപ്പർലി അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. എന്നിട്ട് ഓരോ സ്ട്രെങ്ത്തും നിങ്ങൾ ഷോർട്ട്, ഇതിലിപ്പോ 3 ആൻസേഴ്സ് ഉണ്ടാവും കേട്ടോ. 3 ഡിഫറെന്റ് സ്ട്രെങ്സ് ആണ്, അപ്പൊ 3 ഡിഫറെന്റ് ആൻസേഴ്സ് വേണം. അപ്പൊ 3 ഡിഫറെന്റ് ആൻസേഴ്സിൽ ആദ്യം ഒരു സ്ട്രെങ്ത് എടുക്കുക. ഇപ്പൊ സേ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ലീഡർഷിപ്പ് ആണ് നിങ്ങളുടെ സ്ട്രെങ്ത് എന്നെങ്കിൽ അത് എടുക്കുക. എന്നിട്ട് അതിനൊരു ഷോർട്ട് എക്സ്പ്ലനേഷൻ നേരത്തെ നമ്മൾ കണ്ട പോലെ എക്സ്പ്ലെയിൻ ചെയ്യാം. എങ്ങനെയാണ് ഇത് നമ്മളുടെ ജോബിലേക്ക് ഇഫക്റ്റീവ് ആവുക എന്നുള്ളതും കൂടെ നിങ്ങൾ അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ എന്താണ് നിങ്ങളുടെ ജനറൽ എക്സ്പീരിയൻസ് ആൻഡ് അതിന്റെ ഒരു പോസിറ്റീവ് ഔട്ട്കം കൂടെ നിങ്ങൾ അതിൽ മെൻഷൻ ചെയ്യുക. ഓക്കെ, അപ്പൊ ഈ 3 കാര്യങ്ങളാണ് നിങ്ങൾ ഇതിൽ എക്സ്പ്ലനേഷനിൽ ഷോർട്ടായിട്ട് ബ്രീഫായിട്ട്, വലിയ കഥയൊന്നും എഴുതേണ്ട ആവശ്യമില്ല, നിങ്ങൾ എഴുതേണ്ടത്. അപ്പൊ അങ്ങനെ 3 സെപ്പറേറ്റ് ആൻസേഴ്സ് ഫോർ ദ 3 ഡിഫറെന്റ് സ്ട്രെങ്സ്. ഓക്കെ, യു മസ്റ്റ് റൈറ്റ്. അപ്പൊ സ്ട്രെങ്സിന് ഏതൊക്കെ സ്ട്രെങ്സ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. ഓർഗനൈസേഷൻ സ്കിൽസിന്റെ കാറ്റഗറിയിൽ നിന്ന് സ്ട്രെങ്സ് മെൻഷൻ ചെയ്യാൻ ഒരു കാരണവശാലും മറക്കരുത്. അപ്പം നിങ്ങളുടെ സ്ട്രെങ്ത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. എങ്ങനെയാണ് ഇത് ഇൻഡസ്ട്രിയിലേക്ക് ഹെൽപ്ഫുൾ ആവുക എന്നുള്ളതും കൂടെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. മനസ്സിലായോ? എങ്ങനെയാണ് ഇതിന്റെ ഇൻഡസ്ട്രി റെലവൻസ് എന്നുള്ളത് യു മസ്റ്റ് ഡെഫിനറ്റ്ലി എക്സ്പ്ലെയിൻ. Is that clear? So because then only you would be able to give a clear explanation, link to your strength and how it is going to be beneficial for the job. അത് ക്ലിയർ ആയിട്ട് നമുക്ക് വേണം. പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ അല്ലെങ്കിൽ ജനറൽ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ പോസിറ്റീവ് ഔട്ട്കംസ് ഓഫ് എനി ഓഫ് ദീസ് ഓൾസോ യു ഷുഡ് റൈറ്റ് ഡൗൺ. സോ ഫസ്റ്റ് പ്ലീസ് നോട്ട് ദിസ് ഡൗൺ. ഇതാണ് അസൈൻമെന്റ് കേട്ടോ. ഇതൊന്ന് നോട്ട് ഡൗൺ ചെയ്യേ.
With that, we come to the end of today's session on strengths. Okay. So strengths nalla session, I hope all of you have understood. Please take this seriously. You have to write down, and then at some point when we will have an interaction directly, one-to-one interaction നടക്കുന്ന സമയത്ത് definitely ഇത് നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യും. Sometimes I might give this to you as an assignment to upload. Okay. അപ്പം ഇത് കമ്പൽസറി ആയിട്ട് നിങ്ങൾ ചിലപ്പം അസൈൻമെന്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പം you have no choice but to upload these answers. Okay. So please ensure that it is done and write it neatly. അതെങ്ങനെ അപ്ലോഡ് ചെയ്യണം എന്നുള്ളത് ഞാൻ പറയാം. അപ്പം ഈ സെൽഫ് ഇൻട്രൊഡക്ഷനും അസൈൻമെന്റ് മറ്റേ നമ്മളുടെ ഈ 3 ടാസ്കും സ്ട്രെങ്സും നിങ്ങൾ പ്ലീസ് റൈറ്റ് ആൻഡ് കീപ്, and I will tell you exactly as to how you should be able to upload this as an assignment, and I will evaluate it. Okay. So make sure that chalpam nerittu കാണുന്ന occasion I'll ask you to read it out and I will correct it out for you, but please make sure you come in for the doubt clearing sessions. Okay. Yeah. Thank you everyone.